ഗായ്മയുടെ സ്വഭാവമായിരുന്നു അവനും. കൂട്ടത്തിൽ പിന്നെയും വിരുദ്ധൻ ഞാൻ മാത്രമാണ്. അപ്പൊ പിന്നെ അന്നൊരു പാവുകുടി തന്നെയായിരുന്നു. സൂര്യയുടെ ചൂട് കിട്ടുമ്പോൾ ഉറക്കം പിടിക്കുന്ന കിളിക്കുഞ്ഞ്. അവന്റെ കയ്യിൽ കിടക്കുന്ന അവളെ കാണാൻ ഒരു പ്രത്യേക ചേല് തന്നെയായിരുന്നു. അമ്മയ്ക്കും അപ്പക്കും ഒക്കെ വലുതാവുമ്പോൾ അപ്പൂന് അവന് കൊടുക്കാനായിരുന്നു ഇഷ്ടം. അതും സൂര്യയോടുള്ള ഇഷ്ടം കൊണ്ടാണ്. അവനെ മകനായി തന്നെ കിട്ടാൻ വേണ്ടി, തങ്ങൾക്കിടയിലുണ്ടായിരുന്ന സ്നേഹബന്ധത്തിന് മറ്റൊരു ബന്ധം കൊണ്ട് ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി. തങ്ങളുടെ കുഞ്ഞു പെങ്ങൾ അവന് കൊടുക്കുന്നതിൽ പരം സന്തോഷം വേറെ എന്താണ് ഞങ്ങൾക്ക്? സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞുന്ന ആ കാലം ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുമോ എന്ന് പോലും അറിയാത്ത നിമിഷങ്ങൾ. അമ്മയും അപ്പയും ഗായുമയും ഒന്നും ഇല്ലാതെ അങ്കിളും ചേലി. അച്ചു അവന്റെ ചിന്തകൾ ഏതു വഴിക്കൊക്കെ സഞ്ചരിച്ചു കാണുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെ പതിയൊന്ന് വിളിച്ചതേയുള്ളൂ. നീ ചോദിച്ചില്ലേ എന്താ ഉണ്ടായതെന്ന്? ആദിത്യവർമ്മ ആരാണെന്ന് ആദി പറഞ്ഞുകൊണ്ട് തന്നെ അൻഷിനെ നോക്കി. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് വരെയും ഞാൻ തന്നെയായിരുന്നു അൻഷ് ആദിത്യവർമ്മ. മഹൽ ഫാമിലിയിലെ ആദ്യത്തെ പേരക്കുട്ടി, ഇന്ദ്രന്റെയും സീതയുടെയും മൂത്ത മകൻ. ഈ ഒരു ടാഗ് ആദ്യം മുതൽ എനിക്ക് തന്നെയായിരുന്നു. പൂച്ചത്തോടൊന്ന് ചിരിച്ചവൻ. 2 വർഷം മുമ്പുണ്ടായ ഒരു ഇഷ്യൂവിൽ തെറ്റുകാരനാണെന്ന് മുദ്രകുത്തി ഒറ്റപ്പെടുത്തുമ്പോൾ അന്ന് വരെ എന്റെ സ്വന്തം എന്ന് കരുതി ഞാൻ സ്നേഹിച്ച കുടുംബം അതൊന്നും എന്റെ അല്ലെന്ന് അമ്മയെന്ന് കരുതി ഞാൻ സ്നേഹിച്ചവർ തന്നെ വിളിച്ചു പറഞ്ഞു. പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം മുഖമൊന്ന് അമർത്തി തുടച്ചു. ഞാനൊരു അനാഥനാ. മരിച്ചുപോയ സ്വന്തം മകന് പകരം ആക്സിഡന്റിൽ ഓർമ്മ നഷ്ടപ്പെട്ടു പോയി എന്നെ എടുത്തു വളർത്തിയത് അവരാണെന്ന്. എന്റെ അച്ഛന്റെ അമ്മയുടെയും സ്വഭാവ ഗുണം ഞാൻ കാണിക്കുന്നതെന്ന്. ആകെ മരവിച്ച പോലെ ഒരു അവസ്ഥയിലായിരുന്നു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ. അവര് പറഞ്ഞതിൽ പാതി ഞാൻ കേട്ടില്ലെന്ന് വേണം പറയാൻ. എന്റെ വീട്, അച്ഛൻ, അമ്മ, പ്രദേശ് ഒന്നും എന്റെ അല്ലെന്ന്. ഞാൻ വൃത്തിയിട്ടവനാണെന്ന് പറയുമ്പോൾ ആദിയുടെ മുഖം വലിഞ്ഞു മുറുകി. രുദ്രൻ അവനെ സമാധാനിപ്പിക്കാനെന്ന പോലെ ചേർത്ത് പിടിച്ചു. അന്ന് അവിടുന്ന് ഇറങ്ങിയതാ ഞാൻ. ആ യാത്രയിലാ എന്റെ അപ്പൂനെ ഞാൻ കാണുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ പുകയുന്നതിന്റെ നെഞ്ചു തണുപ്പിക്കാൻ കഴിഞ്ഞവൾ. അറിയില്ലായിരുന്നു അവൾ എന്റെ ആയിരുന്നു. എനിക്ക് വേണ്ടി ഞാൻ നെഞ്ചിലിട്ട് കൊണ്ട് നടന്നവളാണെന്ന്. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ ഓർമ്മയിൽ നെഞ്ച് വിങ്ങിപ്പോകുന്ന പോലൊരു പ്രണയം, അത്രയും തീവ്രമായ പ്രണയം. ഇപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് ആ രാത്രി മരിച്ച തലക്കമുകളിൽ നിൽക്കുന്ന ആ 3 ആത്മാക്കളായിരിക്കും അവളെ എനിക്ക് മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിയതെന്ന്. ആദ്യം പറഞ്ഞതും അൻഷൻ രുദ്രനൊന്ന് ചിരിച്ചു. ഓർമ്മയിൽ അപ്പയും അമ്മയും ഗായിമ്മയും മാത്രം നിറഞ്ഞു. അന്ന് രാവിലെ അപ്പുനെ കാണാതായി ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന സമയത്താണ് പോലീസിന്റെ സഹായത്തോടെ അവിടെ ഉണ്ടായിരുന്ന CCTV വിഷ്വൽസ് ഞാൻ പരിശോധിക്കുന്നത്. അതുവഴി അവളെ കൊണ്ടുവരാൻ ഞാൻ കണ്ടുപിടിച്ചു. കൊട്ടേഷനായിരുന്നു. അത് കൊടുത്തവൻ ആരാ എന്തെന്നൊന്നും അവർക്കറിയില്ല. എന്തായാലും സേഫായിട്ട് അവൾ വീട്ടിലവിടെ മുത്തശ്ശിയുടെ അരികിലെത്തിയെന്ന് ഉറപ്പിച്ചതിന് ശേഷം ഞാൻ ഈ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്നു. അത് നീ വിചാരിക്കുന്ന പോലെ മരണത്തെ തോൽപ്പിക്കാനോ അമരനാവാനോ ചെകുത്താനാവാനോ ഒന്നുമല്ല. പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയ എൻ്റെ ഓർമ്മകൾ തിരികെ ലഭിക്കാൻ ചുരുങ്ങിയ കാലയളവിൽ ഈ ട്രീറ്റ്മെന്റ് വഴി അത് നേടാൻ സാധിക്കാൻ തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ആ വഴി തിരഞ്ഞെടുത്തത്. അതിനിടയിൽ മരണം സംഭവിച്ചാലും എനിക്കൊന്നുമില്ലായിരുന്നു. അപ്പുവിന്റെ മുന്നിലേക്ക് വീണ്ടും ചെല്ലാതിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജീവനോടെ തിരികെ എത്തിയ പിന്നെ അവളെ കൈവിട്ട് കളയില്ലെന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചായിരുന്നു അവിടേക്കുള്ള യാത്ര. അവിടെ വെച്ചാണ് ഞാൻ ഏട്ടനെ കാണുന്നത്. ലോകമെങ്ങും ആരാധകരുള്ള UFC ചാമ്പ്യൻ രുദ്രാൻഷു വാസുദേവ് അയ്യർ. ആദ്യ കാഴ്ചയിൽ തന്നെ എന്തോ ഒന്ന് പരസ്പരം ഞങ്ങൾ അടുപ്പിച്ച് നിർത്തുന്നുണ്ടായിരുന്നു. അദൃശ്യമായ എന്തോ ചരട്. ട്രീറ്റ്മെന്റ് തുടങ്ങിയ ഒരാഴ്ചക്കുള്ളിൽ തന്നെ എനിക്കെന്റെ ഓർമ്മകൾ തിരിച്ചിട്ടി തുടങ്ങി. കൂടെയുള്ള എന്റെ വ്യക്തി ആരായിരുന്നെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ സൂര്യയാണെന്നും എന്റെ അച്ഛൻ സത്യയാണെന്നും അമ്മ ഗായത്രിയാണെന്നും പിന്നെ അപ്പ, അമ്മ, നീ, നമ്മുടെ അപ്പു, എല്ലാം. അവസാനം ഒരു ആക്സിഡന്റ്. അതിനപ്പുറമൊന്നും എനിക്കും അറിയില്ലായിരുന്നു. ഞാൻ സൂര്യ തന്നെയാണെന്ന് ഏട്ടന് മനസ്സിലാക്കാൻ അധികം തെളിവുകളൊന്നും വേണ്ടിയിരുന്നില്ല. നമ്മളൊന്നിച്ചുള്ള നിമിഷങ്ങൾ, നമ്മുടെ ജീവിതം, അതെല്ലാം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് മാത്രമല്ലേ അറിയൂ. ആദ്യം പറഞ്ഞു നിർത്തി. അൻഷി ഞെട്ടലോടെ തന്നെ ഇരിപ്പാണ്. ആദ്യമുള്ള സൂര്യയാണ് ഇവരെന്നറിഞ്ഞ നിമിഷം എനിക്കറിയില്ല അൻഷ്. എന്ത് ചെയ്യണമെന്നോ എന്തായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്നതെന്നോ ഒന്നും എനിക്കറിയില്ല. നമ്മുടെ സൂര്യയുടെ എന്ന് പറഞ്ഞ് അടക്കം ചെയ്ത ശരീരം, അവൻ്റെ എന്ന് പറഞ്ഞ് ഓർഗൻസ് ഡൊണേറ്റ് ചെയ്തു. അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് നേഴ്സ് അങ്കിളിനോട് പറഞ്ഞ കാര്യങ്ങൾ, സൂര്യയുടെ ജീവനെടുത്തതിന് പകരം അങ്കിളില്ലാതെയാക്കിയ 4 ജീവനുകൾ, അപ്പം അന്വേഷിച്ച കേസ്, അന്ന് രാത്രി നമ്മുടെ കുടുംബത്തിന് സംഭവിച്ചത് എന്താണ്? ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു ഉള്ളിൽ. ഉത്തരമില്ലാത്ത ഭ്രാന്ത് പിടിപ്പിക്കുന്ന ചോദ്യങ്ങൾ. എല്ലാത്തിനും ഉത്തരം കിട്ടണമെങ്കിൽ അവിടെ നിന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തണമായിരുന്നു. അതിന് ഇനിയും മാസങ്ങൾ ആവശ്യമായിരുന്നു. ഒരിക്കലും ട്രീറ്റ്മെന്റ് പാതി വഴിയിലിട്ടിട്ട് വരാൻ സാധിക്കില്ല. ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ജീവനോട് അവിടെ നിന്ന് തിരിച്ചു വരണം. എല്ലാം കണ്ടുപിടിക്കണം. ഇതിനിടയിൽ നിന്നോട് പോലൊന്നും പറയാനായില്ല. നീയും അങ്കിളൊന്നും അറിയണമെന്ന് തീരുമാനിച്ചു. സത്യമെല്ലാം തിരിച്ചറിഞ്ഞ, ഒരു തെറ്റും ചെയ്യാത്ത 4 പേരെയാണ് അങ്കിൾ ഇല്ലാതാക്കിയതെന്ന് അറിഞ്ഞ, സ്വയം ജീവൻ അവസാനിപ്പിക്കാൻ പോലും അങ്കിൾ മടിക്കില്ലെന്നറിയാം.
ഇന്നോൾ അത്രയും വലിയൊരു ക്രൈം ചെയ്തതിന് സ്വയം ന്യായീകരിച്ച അങ്കിളിനൊരു കാരണമുണ്ടായിരുന്നു, മകന്റെ മരണം. പക്ഷെ അവൻ ജീവനോടെ തിരിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞാൽ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് അവന് മനസ്സിലായാൽ എന്താണെന്നുണ്ടായതെന്ന് അറിയണമെങ്കിൽ മകൾ ഫാമിലിയിലേക്ക് തന്നെ എനിക്ക് ചെല്ലേണ്ടി വന്നു. അവരുടെ ആദ്യമായിട്ടല്ല, സൂര്യയായിട്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒരു ചെകുത്താനായിട്ട്. അപ്പോഴേക്ക് അന്നത്തെ ആ ഇഷ്യൂവിൽ എൻ്റെ നിരപരാധിത്വം അജ് അവരെല്ലാം അറിയിച്ചിരുന്നു. വീണ്ടും സ്നേഹപ്രകടനങ്ങളും മാപ്പ് പറച്ചിലും എല്ലാം സഹിച്ചും ക്ഷമിച്ചും അവിടെ തുടർന്നെല്ലാം സത്യങ്ങൾ അറിയാൻ വേണ്ടി തന്നെയാ. ആദിയുടെ മുഖം നിയന്ത്രിക്കാനാവാത്ത വിധം വലിഞ്ഞു മുറുകി. സൂര്യ, ആൻഷ അവനെ വിളിച്ചതും ദീർഘമായി ഒന്ന് വിശ്വസിച്ചവൻ. എനിക്ക് ആക്സിഡന്റ് പറ്റി അഡ്മിറ്റ് ആയ അതേ ദിവസം തന്നെയായിരുന്നു ആദ്യ മാൻഷന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ് അഡ്മിറ്റ് ചെയ്തു. പൂർണ്ണമായും ബ്രെയിൻ ഡെത്ത് സംഭവിച്ച അവന്റെ ഓർഗൻസ് ആണ്. മകനാണ്, പേരക്കുട്ടിയാണെന്ന് പോലും നോക്കാതെ അവർ പണത്തിന് വേണ്ടി വിറ്റത്. മരിച്ചുപോയ ഒരാളുടെ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്ത് മറ്റ് ജീവനുകൾ നിലനിർത്തുന്ന ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് ഇത്. പക്ഷേ കാശിനറച്ച് തൂക്കി വിൽക്കും പോലെ ഇറ്റ്സ് ക്രൂവൽ. പക്ഷെ അതും നീയും തമ്മിൽ എൻ്റെ അതേ പ്രായം തന്നെയായിരുന്നു ആദിക്ക്. ഏകദേശം ഒരേ രൂപവും ബ്ലഡ് ഗ്രൂപ്പ് പോലും സെയിം. മകന്റെ മരണത്തിൽ മുഴുഭ്രാന്തിയായ ഭാര്യയെ രക്ഷിക്കാൻ ഇന്ദ്രദത്തവർമ്മ ചെയ്ത കാര്യം ആക്സിഡന്റിൽ ഓർമ്മ നഷ്ടപ്പെട്ടു പോയ എന്നെ അവരുടെ ആദിയാക്കി. മരണപ്പെട്ടവൻ സൂര്യയും ഉയരത്തിൽ നിന്ന് വീണുകൊണ്ട് മുഖം തിരിച്ചറിയാൻ വ്യക്തമല്ലാതിരുന്നുകൊണ്ട് മരിച്ചത് സൂര്യയാണെന്ന് വരുത്തി തീർക്കാൻ അവർക്ക് എളുപ്പമായി. എൻ്റെ അച്ഛനെയും അമ്മയും എല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. അപ്പൊ ആ നേഴ്സ് പറഞ്ഞത് അവർക്കറിയില്ലടാ, മരിച്ച സൂര്യ തന്നെ എന്നാ അവരും കരുതി. ഓർഗൻ ട്രാഫിക് MH ഹോസ്പിറ്റൽ പുതിയ സംഭവമൊന്നുമല്ല. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട സൂര്യ വീണ്ടും മരണപ്പെട്ടു എന്നറിയുമ്പോൾ അവന്റെ ഓർഗൻസാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തെന്നറിഞ്ഞപ്പോൾ അവരെയും തെറ്റു പറയാൻ പറ്റില്ല. കേട്ടിട്ട് തന്നെ തലപിരിക്കുന്നു. അവിടെ ആ സ്വാർത്ഥയ്ക്ക് വേണ്ടി നമുക്ക് നഷ്ടമായത് നമ്മുടെ കുടുംബ സന്തോഷം നിറഞ്ഞ ജീവിത. പകയോടെ മുഷ്ടി ഉരുട്ടി പിടിച്ചു അൻഷ്. സൂര്യയുടെയും രുദ്രന്റെയും കണ്ണുകളിൽ അഗ്നിയാണ്. അപ്പോ നിന്റെ കൂടെയുള്ളെന്ന് നിനക്ക് നേരത്തെ അറിയാമായിരുന്നോ? എന്തോ ഓർത്ത പോലെയായിരുന്നു അൻഷിന്റെ ആ ചോദ്യം. സൂര്യനും രുദ്രനും തമ്മിൽ ബന്ധമുണ്ടായിരുന്നെങ്കിൽ ചന്ദ്രശേഖരന്റെ കൊലപാതകം നടത്താൻ തീരുമാനിച്ച ആദ്യം അറിയുമല്ലോ. ഒപ്പം അന്ന് അയാൾ മീരയാണ് തങ്ങളുടെ അപ്പു എന്ന് പറഞ്ഞതും ആദ്യം അറിഞ്ഞിരിക്കുമല്ലോ. പിന്നെ നിന്നാണ് ആയുഷിനെ പിടികൊടുത്ത് അവൾ എവിടെയാണെന്ന് അറിയാൻ ശ്രമിച്ചെന്നൊരു ചോദ്യമായിരുന്നു അൻഷിന്റെ ഉള്ളിൽ. എനിക്ക് മനസ്സിലായി നീ ചോദിച്ചതിന്റെ അർത്ഥം എന്താണെന്ന്. പക്ഷെ അയാളെ കൊല്ലാൻ പോകുന്നെന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നില്ല. അതറിഞ്ഞ് ഞാൻ വിളിച്ചിട്ട് ഏട്ടനെ കോണ്ടാക്ട് ചെയ്യാൻ സാധിച്ചുമില്ല. 1 മാസത്തോളം അവൾ ആ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ കാണാൻ ശ്രമിച്ചില്ല. നമ്മുടെ കുടുംബത്തെ ചന്ദ്രശേഖരന്റെ മകളെ എനിക്ക് കാണേണ്ടിയിരുന്നില്ല. പക്ഷെ ഒരിക്കലും ഒട്ടും പ്രതീക്ഷിക്കാതെ എന്റെ മുന്നിൽ വന്ന് നിന്നപ്പോ ഞാൻ താലി ചാർത്തി സ്വന്തമാക്കിയവളാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് വെറുക്കാനായില്ല. അവൾ എങ്ങനെയാണെന്ന് എനിക്കറിയാം. ഒരു പാവം പെണ്ണ്. എന്റെ നെഞ്ചിൽ തറഞ്ഞു പോയവളെ എങ്ങനെ നോവിക്കും, കൈവിട്ട് കളയും. അയാൾ ചെയ്ത തെറ്റിന് ആ പാവത്തിനെ ഞാനെങ്ങനെ ശിക്ഷിക്കും? ആവില്ല എനിക്കതിന്. ചേർത്ത് പിടിച്ചു. പിന്നെ നീ നാട്ടിലെത്തിയത് ആയുഷിനെ പിടികൊടുത്തു അറിഞ്ഞു. അന്നും ഏട്ടനെ വിളിച്ചു. കോമ്പറ്റീഷൻ ആയതുകൊണ്ട് 1 മാസത്തോളം കോണ്ടാക്ട് ചെയ്യാൻ ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ആളുകൾ വെച്ച് ഞാൻ അന്വേഷിച്ചു. പോലീസുകാരുള്ള എൻ്റെ വിശ്വസ്തരാണ് അന്ന് അവിടെ നീ ആയുഷം നമ്മൾ സംസാരിച്ച് എന്നെ അറിയിച്ചു. ആദ്യം ഒന്ന് ചിരിച്ചു. എൻ്റെ അപ്പുവാണ് എനിക്കൊപ്പുള്ളതെന്ന് അറിഞ്ഞപ്പോണ്ടായ സന്തോഷം എനിക്കറിയില്ലടാ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ. മനസ്സ് ശരീരം ഒന്നാകെ മരവിച്ചു പോയതുപോലെ പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നു അവൾ നമ്മുടെ അപ്പുവാണോ എന്ന്. ഞാൻ പേര് ചോദിച്ചപ്പോൾ അപ്പു എന്ന പെണ്ണ് ആദ്യം പറഞ്ഞത്. പിന്നെ എപ്പോഴും എൻ്റെ ചൂട് തട്ടിയാ കിടന്നുറങ്ങി പോകുന്നവൾ. അവൾക്കൊരു മാറ്റവും ഇല്ല, രൂപത്തിൽ മാത്രമാണ് മാറിയത്. ആദ്യം പറഞ്ഞു നിർത്തിയതും രുദ്രൻ അൻഷും കണ്ണു നിറച്ചുകൊണ്ടൊന്ന് പുഞ്ചിരിച്ചു പോയി. ഞാനൊന്ന് പോയിട്ട് വരാട്ടോ. ഇനിയും വൈകിയാൽ അപ്പോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തിരിച്ചെത്താൻ സാധിക്കില്ല. ആദ്യം ഇരുവരോടുമായി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റതും അൻഷിന്റെ മുഖമൊന്ന് മങ്ങി. അത് വേണോ സൂര്യ? ഇനി അവിടേക്ക് ചെല്ലുന്നതിനാ? ഇനിയുള്ള എന്തും നേരിട്ട് മതി. നമ്മൾ ആരാന്ന് അവരെ അറിയിച്ചുകൊണ്ട്. അറിയിക്കണം, അറിയിക്കും. എനിക്കിതുവരെ ഒന്നും അറിയില്ലെന്ന വിശ്വാസത്തിലാണ് അവർ. ഒരനാഥനെന്നതിനപ്പുറം ഞാനൊന്നും തിരിച്ചറിഞ്ഞില്ലെന്നുള്ള വിശ്വാസം. പക്ഷേ ഇപ്പൊ അവിടെ കത്തി തുടങ്ങിയിട്ടുണ്ടാവും. ചന്ദ്രശേഖരന്റെ കൊലയാളിയുടെ ചിത്രം കണ്ട് പകച്ച് നിൽക്കുന്നുണ്ടാവും. പിന്നെ അവിടെ പോണെന്ന് പറഞ്ഞു ആര്യൻ. അവനെന്താ സംഭവിച്ചെന്നറിയാൻ വേണ്ടി മാത്രമാണ്. അവനെന്ത് സംഭവിക്കാനാ? സൂയിസൈഡ് എന്നല്ലേ പറഞ്ഞു. അൻഷിനൊട്ടും താല്പര്യമില്ലായിരുന്നു അവിടെയുള്ള ആരെയും കുറിച്ച് കേൾക്കാൻ. അതവന്റെ ചോദ്യത്തിലും പ്രതിഫലിച്ചു. അവനൊരിക്കലും സൂയിസൈഡ് ചെയ്യില്ല അച്ചു. വേറെ എന്തോ ഉണ്ട് അതിന് പിന്നിൽ. അതൊക്കെ നമ്മളെന്തിനാണ് അന്വേഷിക്കുന്നത്? അവരോടുള്ള സ്നേഹം കൊണ്ടെന്നല്ല അച്ചു. അവിടെ അജുവല്ലാതെ മറ്റാരും എന്റെ കൺസേൺ അല്ല. പിന്നെ ഇപ്പൊ പോകുന്നു മുഖം മൂടി അണിഞ്ഞ് നടക്കുന്ന ചെന്നായ്ക്കളൊക്കെ ഒന്ന് എക്സ്പോസ് ചെയ്യാൻ വേണ്ടി മാത്രമാ. അച്ഛന്റെ കൺഫെഷൻ കൊണ്ടുണ്ടായ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അവരിൽ. അജുവ ആയുഷ്വാഗിയൊക്കെ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ആര്യന്റെ കാര്യം കൂടി അറിഞ്ഞാ ദേവദത്തിനും മക്കൾക്കും എതിരെ ആദ്യം തിരിയുന്ന അവരാവും. നമുക്ക് ചെറിയൊരു എന്റർടൈൻമെന്റ്. വന്യമായി ഒന്ന് പുഞ്ചിരിച്ചു ആദി. അത് മനസ്സിലായതുപോലെ അൻഷു. രണ്ടുപേരെയും ഒന്ന് കൂർപ്പിച്ച് നോക്കിയതേയുള്ളൂ രുദ്രൻ. ഈ ഏട്ടനൊരു വ്യത്യാസമില്ലല്ലേ സൂര്യ? നമ്മൾ നോക്കി പേടിപ്പിക്കുന്നുണ്ടില്ലേ?
കുറുമ്പോടെ ചിരിച്ചുകൊണ്ടാണ് അനുഷിന്റെ പറച്ചിൽ. ആദ്യ കൂടി അതിനനുകൂലിച്ചതും രുദ്ര രണ്ടിനെയും നോക്കി പേടിപ്പിച്ചുകൊണ്ട് അപ്പുവിന്റെ റൂമിലേക്ക് നടന്നു. തിരിഞ്ഞു നടക്കുന്നവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നഷ്ടപ്പെട്ടു പോയതിൽ പലതും തിരിച്ചു കിട്ടിയവന്റെ പുഞ്ചിരി. തനിക്കരിയിലേക്ക് നടന്നു വരുന്നവനെ കാണി അജു ഒരു ഞെട്ടലോടെ ചെയറിൽ നിന്ന് എഴുന്നേറ്റു. ആദി. ഈ സമയം അവനിവിടെ പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ അജു ഒന്ന് പകച്ചു പോയിരുന്നു. ആര്യന്റെ കാര്യമൊന്നും അവൻ അറിയിച്ചിരുന്നില്ല. താനല്ലാതെ മറ്റാരും വിളിച്ചിട്ടും കാര്യമില്ലാത്തതുകൊണ്ട് ആ വഴി അവൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നിട്ട് ഈ രാത്രി അവനിവിടെ എത്തിയെങ്കിൽ മുന്നിൽ നിൽക്കുന്നവൻ ആരാണെന്ന് സത്യം ഒരിക്കൽ കൂടി താൻ വിസ്മരിച്ചു പോയിരിക്കുന്നു. അവൻ എവിടെയായാലും എത്ര ദൂരെയായാലും മഹൽ ഫാമിലിയിലെ ഓരോരുത്തരുടെയും മുകളിൽ അവന്റെ ദൃഷ്ടി എപ്പോഴും ഉണ്ടായിരിക്കും. ആദി. അജിത്ത് എവിടെ? അജു വിളിച്ചതും അതുപോലും ശ്രദ്ധിക്കാൻ മറ്റൊരു ചോദ്യമായിരുന്നു ആദി. എന്തിനോ സങ്കടം വന്നുപോയി അജുവിന്. ആദി പിണങ്ങിക്കാണുമെന്ന് തോന്നി. അജിത്ത് എവിടെയാണെന്ന് പറ അജു. ആദിയുടെ ശബ്ദം ഒന്നുകൂടി വരുന്നതും അജു വേഗം ഫോണെടുത്ത് ജിത്തുവിനെ വിളിച്ചു. ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് അവനും അജു. ആയുഷ് പിന്നെ തിരക്കിലാണ്. അവനെന്താ പറഞ്ഞു? ജിത്തുവിനെ കണ്ടതേ ആദിക്ക് ചോദിക്കാനുണ്ടായിരുന്ന അത് മാത്രമാണ്. അജു ആകെ ഒന്നും മനസ്സിലാവാതെ ആദിയെയും തലകുനിച്ച് നിൽക്കുന്ന ജിത്തുവിനെയും മാറി മാറി നോക്കി. അജിത്ത്, നീ പറയുന്നു അതോ ഞാൻ കയറി ചോദിക്കണോ? ആദിയുടെ ശബ്ദം ഒന്നുകൂടി വരുന്നതും ജിത്തു ഒരു ഞെട്ടിലൂടെ അവന്റെ മുഖം ഉയർത്തി നോക്കി. ഏട്ടാ, അവനെ നീ തന്നെ ട്രീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിട്ടതെന്തിനാണെന്ന് നിനക്ക് മനസ്സിലായതല്ലേ? ഇനിയും എന്തും മറച്ചു വെച്ച് ആരെ രക്ഷിക്കാനാ നിന്റെ ശ്രമം? മുരുളുന്ന പോലെയുള്ള അവന്റെ ചോദ്യത്തിൽ കണ്ണുകൾ ഇറുകി അടച്ച് നിന്ന് പോയി ജിത്തു. അജു ആകിയൊന്ന് ഞെട്ടി. ആദ്യമാണ് ഒരു ക്യാമ്പിലായിരുന്ന ജിത്തുവിനെ ഇവിടേക്ക് പറഞ്ഞു വിട്ടെന്ന് അവർക്കൊരു പുതിയ അറിവായിരുന്നു. ജിത്തു, എന്തൊക്കെ നീ പറയുന്നത്? ആദ്യം പറഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ട് വന്ന്? ആര്യ, അവനെന്താ പറ്റിയത്? അവനെന്താ പറഞ്ഞു? ജിത്തുവിനെ സംശയത്തോടെ നോക്കിക്കൊണ്ടുള്ള ചോദ്യത്തിൽ ഇനിയൊന്നും ഒളിപ്പിച്ചു വെക്കാനില്ലാത്ത പോലെ ദീർഘമായി ഒന്ന് വിശ്വസിച്ച് ജിത്തു. ആദ്യേട്ടൻ പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നു. ഞാൻ ആ സമയം വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ആര്യനെ നമുക്ക് എന്നേക്കുമായി നഷ്ടമായേനെ. എന്താ പറഞ്ഞേ? അകിയാണ്. അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. സത്യടാ, അവന് പോയിസൺ കുത്തിവെച്ച് കൊല്ലാൻ നോക്കിയതും ഇവിടെ കൊണ്ടുവന്ന് ഡോക്ടർ വീണ്ടും ജീവനെടുക്കാൻ ശ്രമിച്ചു. വല്യച്ഛനും മുത്തച്ഛനൊക്കെ ചേർന്നാ. എന്താ? നന്നേ നേർത്തു പോയിരുന്ന അജുവിന്റെ ആ ചോദ്യം കേട്ടുപോയ കാര്യത്തിന്റെ ഞെട്ടിൽ നിന്നും അകിയും അജുവിനെയും മുക്തരായിരുന്നില്ല. ആദ്യം മറ്റാർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ഒരു പുഞ്ചിരിയാണ്, വന്യമായ പുഞ്ചിരി. സത്യമാണ്. എന്തിനു വേണ്ടി അവന്? അകിയാണ് ചോദിക്കുമ്പോൾ അവന്റെ ശബ്ദവും മുഖം ഒരുപോലെ വലിഞ്ഞു മുറുകിയിരുന്നു. കുറച്ചു ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യത്തിൽ അവൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ വന്ന ഒരു ആക്സിഡന്റ് കേസ് അവനായിരുന്നു അറ്റൻഡ് ചെയ്തിരുന്നത്. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. സർജറി എല്ലാം സക്സസ് ആയിരുന്നിട്ട് കൂടിയും പെട്ടെന്നുണ്ടായ കുട്ടിയുടെ മരണം അത് ആര്യന് വല്ലാത്തൊരു ഷോക്കായിരുന്നു. ക്യാമ്പിലായിരുന്നുകൊണ്ട് ഇതൊന്നും ഞാനും അറിഞ്ഞില്ല. അവനോട് പറഞ്ഞുമില്ല. ആരോടും പറയാതെ ആരെയും അറിയിക്കാതെയുള്ള അവന്റെ അന്വേഷണം നേരെ ചെന്ന് നിന്ന് ഹോസ്പിറ്റലിൽ നടക്കുന്ന ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിലാണ്. ഇവിടെ നടക്കുന്ന 20% മരണങ്ങളും ഓർഗൻ ട്രാഫിക്കിന് വേണ്ടി നടക്കുന്ന കൊലപാതകങ്ങളാണെന്നും അച്ഛനും വലിയച്ഛനും മുത്തച്ഛനും ഉൾപ്പെടെ ഈ ക്രൈമിൽ പാർട്ട്നേഴ്സാണെന്ന് കൂടി അറിഞ്ഞതും അവനാകെ തകർന്നുപോയി. അന്ന് കുടിച്ചുകയറി വന്ന റൂമിലേക്ക് പോയവൻ കാര്യം ചോദിക്കാൻ ചെന്ന വലിയച്ഛനെയും അച്ഛനെയും ഒക്കെ പോലീസിനെയും മീഡിയാസിന്റെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് പ്രശ്നമായി. അതില്ലാതാക്കാൻ കൂടി അവരെല്ലാവരും ചേർന്ന് ആര്യനെ. ഒരു നിമിഷം പറയാനാവാതെ വിങ്ങിപ്പോയവൻ. കേട്ട കാര്യങ്ങളൊന്നും വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനാവാതെ അകിയും അജു. സത്യയോടും കുടുംബത്തോടും ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങൾ അറിഞ്ഞിട്ട് പോലും പ്രതീക്ഷിച്ചിരുന്നല്ല സ്വന്തം ചോരയോടുകൂടി അവരിങ്ങനെ ചെയ്യുമെന്ന്. അതിനു മാത്രം ക്രൂരത ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാവുമെന്ന്. കാവലിരിപ്പായിരുന്നു ഏട്ടാ അവന്റെ ജീവന് വേണ്ടി. എന്നോടൊരു വാക്കെങ്കിലും അവന് പറയായിരുന്നു. കൂടെ നിൽക്കുമായിരുന്നല്ല ഞാൻ. എന്നിട്ടൊന്നും പറയാതെ അവന് വിചാരിച്ചു കാണില്ല അവനോട് ഇങ്ങനെ ചെയ്യുന്നു, കൊല്ലാൻ പോലും മടിക്കില്ലെന്ന്. ഇനിയൊന്നും കേൾക്കാൻ വയ്യാത്ത പോലെ തകർന്നു പോയിരുന്നു അകിയോ അജു. എതിർത്ത് നിൽക്കാൻ ഇനി ഒരുങ്ങുമ്പോ ഓർത്തു വെച്ചോ, നീയൊക്കെ സംരക്ഷിക്കാൻ പോകുന്ന കൊടും ക്രിമിനലുകളെയാണെന്ന്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെയും ഇതുപോലെ ഒരുപാട് ജീവനുകൾ ഇല്ലാതാക്കി കെട്ടിപ്പടുത്തതാണെന്ന്. ആദി അത്രമാത്രം പറഞ്ഞോട് തിരിഞ്ഞടക്കുന്നവനെ ഒരു നിമിഷം വിളിച്ചു നിർത്തിയിരുന്നു അജു. ആദിയല്ല, സൂര്യാണ് ഞാൻ, സത്യയുടെയും ഗായത്രിയുടെയും മകൻ. ചെന്ന് ചോദിച്ചോക്ക് എന്റെ കുടുംബത്തിന് അവരെന്താണ് ചെയ്തെന്ന്. എന്റെ അപ്പുവാച്ചു ഏട്ടനൊക്കെ എങ്ങനെ അനാഥരായെന്ന്. സത്യ, എന്റെ അച്ഛൻ എങ്ങനെ ഒരു കില്ലറായതെന്ന്. അജി വിളിച്ചിടും തിരിഞ്ഞോക്കാതെ അത്രയും പറഞ്ഞു പോകുന്നവനെ മൂവരും ഞെട്ടലോടെ നോക്കി നിന്ന് പോയിരുന്നു. തങ്ങൾക്കറിയാത്ത പലതും ഇനിയും മറന്നീക്ക് പുറത്തു വരാനുള്ളതുപോലെ. ഇവള് ആരെ പോലെ ഏട്ടാ? അമ്മയെ പോലെയല്ല, അമ്മമ്മയുടെ മുടിയാണ് കിട്ടിയത്. പിന്നെ കണ്ണ് ഹേസൽ നിറാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പയെ പോലെയല്ലേ? മയങ്ങിക്കിടക്കുന്നവൾക്കരികിലായിരുന്നു അവൾ ഇമച്ചിമാ നോക്കിക്കൊണ്ടാണ് അനുഷിന്റെ ചോദ്യം. രുദ്രനെ നോക്കി കാണുകയായിരുന്നു കുഞ്ഞു പെങ്ങളെ. കണ്ട് കൊതി തീരുന്നതിന് മുമ്പ് പറിച്ചെടുത്തുകൊണ്ട് പോയതാണ്. അപ്പയും അമ്മയൊക്കെ സന്തോഷിക്കുന്നുണ്ടാവും.
അല്ലേ അൻഷ്? നമ്മൾ 4 പേരും ഒന്നിച്ചു. സൂര്യ വന്നാൽ ഇനി ഞാൻ ഒന്നിന്റെ പേരിൽ അവൻ അങ്ങോട്ട് വിടില്ല. പെട്ടെന്ന് എന്തോർത്ത് പോലെ പറയുന്നവനെ രുദ്രൻ ഒരു ചിരിയോടെ നോക്കി. ഒരു ചെറിയ കുശുമ്പില്ലാതില്ല ആ മുഖത്ത്. ആഹാ, രണ്ടാളും ഇവിടെയാണോ? വാതിലിനടുത്തുനിന്ന് അവന്റെ ചോദ്യം വന്നു. രണ്ടുപേരും ഒരു ചിരിയോടെ അവനെ തിരിഞ്ഞു നോക്കി. ആ, ഇത്ര പെട്ടെന്ന് വന്നോ? അതെന്താ, ഞാൻ വരണ്ടായിരുന്നോ? അൻഷിന്റെ ചോദ്യത്തിന് കുറുമ്പോടെയായിരുന്നു ആദിയുടെ മറുചോദ്യം. അതാണോടാ ഞാൻ. ദേ മതി, കൊച്ചുറങ്ങുന്നു. അതിനോടത്താ പോയ രണ്ടും. അൻഷ് എന്തോ പറയാൻ തുടങ്ങിയതും രുദ്ര രണ്ടിനോടുമായി കലിപ്പിച്ചു. ആദിയുടെ അൻഷിന്റെയും നോട്ട് ഒരുപോലെ അവളിലായി. സൂര്യ, അവള് ഇതൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കാട്ടാ. എന്നെ കിളിക്കുഞ്ഞല്ലേ, ഞാൻ പറഞ്ഞ അവള് മനസ്സിലാക്കും. മനസ്സിലാവും അവൾക്ക്. അത്രയും വിശ്വാസത്തോടെ പറയുന്നവനെ രുദ്രനും അൻഷും സമാധാനത്തോടെ നോക്കി. വലിയൊരു സമസ്യ തന്നെയാണ് അപ്പുവിനെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നത്. അവൾ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല, എങ്ങനെ അംഗീകരിക്കുമെന്നറിയില്ല. എന്നാലും അവനെ അവൾ വിശ്വസിക്കുമെന്നൊരു ആശ്വാസം അവരിൽ നിറഞ്ഞു. കണ്ണുകൾ ചിമ്മി തുറക്കുമ്പോൾ തലക്ക് വല്ലാത്തൊരു ഭാരം തോന്നി മീരയ്ക്ക്. കുറച്ചു സമയമെടുത്തു പെണ്ണിന് ബോധം വരാൻ. വേറെ സ്ഥലം, ചുറ്റും വേറെ സുഗന്ധം. മിഴികൾ വിടർത്തിക്കൊണ്ട് ബെഡിൽ നിന്ന് ചുറ്റുമൊന്ന് കണ്ണു വായിച്ചു. ഗ്ലാസ് വിൻഡോ വഴി പുറത്തേക്ക് നോക്കിയതും നേരിയ വെളിച്ചം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലായി. പുലർന്നു തുടങ്ങിയിട്ടേയുള്ളൂ. ഇത്തവണ മീരയ്ക്ക് പേടിയും തോന്നിയില്ല. ഇന്നലെ തന്നെ പറഞ്ഞതാണ് എങ്ങോട്ടോ പോകുമെന്ന്, ആരൊക്കെയോ കാണുമെന്ന്, ഇനി മുതൽ അവിടെയായിരിക്കും താമസിക്കുക എന്ന്. നേരത്തെ ഒരു ചിരിയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ആദ്യം വാർഡ്രോബ്സൊക്കെ ഒന്ന് നോക്കി. അതിനുള്ളിൽ മുഴുവനും പല നിറത്തിലുള്ള ധാവണികളും പട്ടുപാവടകളും അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടതേ പെണ്ണിന്റെ മുഖം പൂനിലാവുദിച്ചതുപോലെ തിളങ്ങി. അത് അവൾക്കുള്ളതാണെന്ന് ആരും പറയാത്തന്നെ ഇപ്പോൾ മീരയ്ക്ക് അറിയാം. ഉള്ളതിൽ നിന്ന് ഓറഞ്ചും പച്ചയും നിറമുള്ള ധാവണി സെറ്റ് എടുത്ത് വാഷ്റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി വന്നു മീര. നീളമുള്ള മുടിയകൾ കുളിപ്പിന്നലിട്ട് കെട്ടിവെച്ച് ചാരിയിട്ട വാതിൽ തുറന്ന് വിശാലമായ ഹാളിലേക്ക് ഇറങ്ങിയതും മീരയുടെ കണ്ണൊന്നും ഇഴിഞ്ഞു. മഹൽ മാൻഷനുള്ളിൽ കാണുന്നതിനേക്കാളും വലിയൊരു ഹാള്. ശരിക്കും വെണ്ണക്കല്ലിൽ തീർത്തൊരു കൊട്ടാരം പോലെ. പക്ഷേ ആരുമെങ്കിലും ഇല്ലെന്ന് തോന്നിപ്പോകും വിധമുള്ളൊരു നിശബ്ദതയാണ് ചുറ്റും. പുതുതായി പണി കഴിപ്പിച്ച സൗധമാണതെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാം. ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് മീര മുകളിലേക്കുള്ള പടികൾ കയറി. മിഴികൾ വിടർത്തി നോക്കുന്നതിനൊപ്പം ആദിയെയും ആ കണ്ണുകൾ തേടുന്നുണ്ട്. വലിയ ശബ്ദത്തിൽ വിളിച്ച് തേടാനൊന്നും ഇന്ന് അവൾക്കറിയില്ല. പിന്നെ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അധികം അരികിലുണ്ടാവും അവൻ, അല്ലെങ്കിൽ കണ്ണെത്തുന്നിടത്ത് എവിടെയെങ്കിലും. ഇതിപ്പോ എവിടെയും കാണാത്തതിന്റെ നേരിയ ഭയം ആ കണ്ണുകളിലുണ്ട്. പടികൾ കയറി മുകളിലെത്തിയതും ആരൊക്കെയോ ചിരിച്ച് സംസാരിക്കുന്ന ശബ്ദങ്ങൾ കേട്ടു. ഒരു നിമിഷം പേടിയോടെ നിന്നുപോയി. അച്ചു, നീ ആ പേപ്പർ കട്ടിങ് നോക്കി. തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയവരുടെ കാലുകൾ നിശ്ചലമായി. ആദിയുടെ ശബ്ദം കേട്ടതും മീരയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ആദിയേട്ടൻ, ആദിയേട്ടൻ പതിയെ പറഞ്ഞുകൊണ്ട് തന്നെ ശബ്ദം കേട്ട റൂമിനടുത്തേക്ക് നടന്നവൾ. സൂര്യ, അഡ്വക്കേറ്റ് കൃഷ്ണമൂർത്തി വിളിച്ചിരുന്നു. അങ്കിളിന് ജാമ്യം കിട്ടും, അതേ ഉറപ്പ് പറഞ്ഞു. അല്ലെങ്കിലും ചന്ദ്രശേഖരനെ പോലൊരു പുഴുത്ത പട്ടിയെ കൊന്നുകളിയതിന് അങ്കിളിനെ ജയിലിൽ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാതി ചാരിയിട്ട വാതിൽ തുറക്കാൻ നീട്ടിയ മീരയുടെ കൈകൾ അൻഷിന്റെ ആ വാക്കുകൾ പൊടുന്നതിന് നിശ്ചലമായി. ഒരു നിമിഷം പകപ്പോട് ആ റൂമിനുള്ളിലേക്ക് നോക്കി നിന്നവൾ ആദിയെയും അവനരികിൽ നിൽക്കുന്ന രണ്ടുപേരെ അവൾ കണ്ടു. എന്തിനെന്നറിയാതെ ഹൃദയം മിടിച്ചുയർന്നുപോയി. അപ്പ, അപ്പയെക്കുറിച്ചാണോ പറയുന്നത്? ഉള്ളിൽ ഉയർന്നു വന്ന ആദ്യത്തെ ചോദ്യം തന്നെ അതാണ്. ആ പനം മോനെ, എന്റെ കൈ കൊണ്ടുകൊല്ലാനുള്ള അവസരം കിട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്ക്. ഏട്ടൻ എന്നെ അറിയിക്കാതിരുന്നിട്ടാ. ഇല്ലെങ്കിൽ ആളുടെ ഹൃദയം തുറന്നതിന് പകരം പോച്ചക്ക് കൊളുത്തിയനെ ഞാൻ. വേദന അറിഞ്ഞ് ചത്ത് തൊലയുമായിരുന്നു. മുരളുന്ന പോലെയുള്ള ആദിയുടെ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം വാപുത്തി പിടിച്ച് ചുമരിലേക്ക് ചാരിയെന്ന് കരഞ്ഞുപോയവൾ. ശബ്ദമില്ലാതെ ആ ഒരു ചിന്ത മാത്രമേ ആ നിമിഷം മീരക്കുള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഭയമോ സങ്കടമോ എന്തൊക്കെയോ അവളുടെ ഉടലിനെ ഒന്നാകെ ചുറ്റി വരിഞ്ഞു മുറുക്കി. ശ്വാസമെടുക്കാൻ പോലും ഭയന്നുകൊണ്ടവൾ വിങ്ങിക്കരഞ്ഞുപോയി. വിശ്വസിച്ചത്, പ്രണയിച്ചത് എല്ലാം കള്ളമായിരുന്നു. എന്നെ പറ്റിച്ചതാണ്. 1000 ചോദ്യങ്ങളുള്ളിൽ ഉയർന്നു വന്നതും മുഖമമർത്തി കരഞ്ഞുപോയവൾ ഏറെ നേരത്തിന് ശേഷം കരച്ചിൽ തെല്ലുന്നു കുറഞ്ഞു. റൂമിനുള്ളിൽ അപ്പോഴും അവരുടെ സംസാരം നടക്കുന്നുണ്ട്. പലതും പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഒന്നും കേൾക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല മീര. കാതുകൾ കൊട്ടി അടക്കപ്പെട്ടതുപോലെ, കണ്ണിലിരുട്ട് കയറിയതുപോലെ. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ നിലത്തുനിന്നും പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് സ്റ്റെയറിനടുത്തേക്ക് പാഞ്ഞവൾ. പിന്നെയും നിറഞ്ഞു വരുന്ന കണ്ണുകൾ അമർത്തി തുടക്കുന്നുമുണ്ട്. പടികളിറങ്ങി മുൻവശത്തെ വാതിൽ തുറന്നുകൊണ്ട് പുറത്തേക്ക് പായുമ്പോൾ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്നൊന്നും തിരിച്ചറിയാനാവാത്ത വിധം മനസ്സ് മരിച്ചുപോയിരുന്നു. ആദിയുടെ നാവിൽ നിന്ന് കേട്ട വാക്കുകളോളം വലിയ എന്ത് തെളിവാണ് വേണ്ടത്? പുലർച്ചെ ആയതുകൊണ്ട് തന്നെ നേരത്തെ വെളിച്ചമേ ഉള്ളൂ. സെക്യൂരിറ്റിക്കാരൻ നല്ല ഉറക്കവും. മീര പോയതൊന്നും അയാളും കണ്ടില്ല.